നമസ്കാരം. തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് സ്ഫോടനത്തിന് നടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ദുരന്തത്തിന്റെ ഭീകരത നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ കേരളത്തിന്റെ കണ്ണ് തുറപ്പിക്കുകയാണ്. വെടിക്കെട്ട് നിരോധിക്കണമെന്നല്ല, മറിച്ച് മാറ്റമില്ലാത്ത നിയമങ്ങൾ മാറ്റിയെഴുതണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്ന് ഡോക്ടർ ഹിതേഷ് ശങ്കർ കുറിക്കുന്നു. എല്ലുകൾ ചിന്നിച്ചിതറിയും ആന്തരികാവയവങ്ങൾ വെന്തുരുക്കിയ നിലയിലുമായിരുന്നു. കയ്യിലെ മോതിരവും കാതിലെ കമ്മലും പല്ലിലെ ഘടനയും നോക്കിയാണ് പലരെയും തിരിച്ചറിയേണ്ടി വന്നതെന്ന ഡോക്ടറുടെ വാക്കുകൾ സ്ഫോടനത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നുണ്ട്. ആഘോഷങ്ങൾ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിലും മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ രീതികൾ ഇനിയും അനുവദിക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ദുരന്തം നടന്ന ശേഷം ഞെട്ടിയിരിക്കാതെ ഇനിയൊരു ജീവൻ കൂടി പൊലിയാതിരിക്കുവാൻ നിയമങ്ങൾ അടിയന്തരമായി പരിഷ്കരിക്കണമെന്ന ഡോക്ടറുടെ ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിലെത്തുമോ എന്നും കാത്തിരുന്ന് കാണണം. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: മുണ്ടത്തിക്കോട് കമ്പപ്പുരയിലെ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ല. ശരീരഭാഗങ്ങൾ, തൊലി അടക്കമുള്ള വിവിധ അവയവങ്ങൾ, എല്ലുകൾ വരെ തെറിച്ചു വീണ നിലയിൽ ലഭിച്ചു. പല മൃതദേഹങ്ങളും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ് തിരിച്ചറിയാൻ പോലും പ്രയാസമുള്ള അവസ്ഥയിലായിരുന്നു. ബ്രെയിൻ തുടങ്ങി വിവിധ അവയവങ്ങൾ പാതിവെന്ത അവസ്ഥയിൽ. ചിലരെ കയ്യിലെ മോതിരം, കാതിലെ കമ്മൽ, മസിലിന്റെ ചുറ്റളവ്, ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ ഇട്ട സ്റ്റെന്റ്, പല്ലിന്റെ ഘടന, പല്ലിലെ സ്റ്റെയിൻ, സ്ഥിരമായി പുകയില ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചറിയുവാൻ കഴിഞ്ഞത്. പൊള്ളലുകൾക്കൊപ്പം സ്ഫോടനത്തിന്റെ ആഘാതം അതീവ ഗുരുതരമായിരുന്നു. വായു ഉള്ള ശരീരത്തിലെ ശ്വാസകോശം, കുടലുകൾ തുടങ്ങിയ അവയവങ്ങളെ ഏറെ ബാധിച്ചിരുന്നു. ഒരു മനുഷ്യ ജീവിതം എത്ര എളുപ്പത്തിൽ നഷ്ടപ്പെടാമെന്നതിന്റെ ഏറ്റവും ഭീകരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തം. രക്ഷപ്പെട്ടവരുടെ രോദനം കണ്ണിൽ നിന്ന് മായുന്നില്ല. ഇത് ആഘോഷങ്ങളെ അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള സമയമല്ല. നമ്മുടെ നാടിന്റെ സംസ്കാരത്തോടും ആഘോഷങ്ങളോടും ചേർന്ന് നിൽക്കുന്ന വെടിക്കെട്ടിനെയും പടക്ക നിർമ്മാണത്തെയും പൂർണ്ണമായും നിരാകരിക്കാനാവില്ല. പക്ഷേ നിയന്ത്രണങ്ങളില്ലാത്ത, സുരക്ഷിതത്വമില്ലാത്ത, അതീവ ലാഘവത്തോടെ നടക്കുന്ന നിർമ്മാണ രീതികൾ ഇനി ഒരിക്കലും അനുവദിക്കരുത്. ഇത്രയും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ വളരെ ചെറിയ സ്ഥലത്ത് സൂക്ഷിക്കുന്നതും അതേ സ്ഥലത്ത് നിരവധി തൊഴിലാളികളെ ഒരുമിച്ച് നിർത്തി ജോലി ചെയ്യിപ്പിക്കുന്നതും അപകട സാധ്യതയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. നിർമ്മാണം നടക്കുന്ന ഭാഗവും തയ്യാറായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഭാഗവും പൂർണ്ണമായി വേർതിരിക്കണം. അപകട സാധ്യത കുറഞ്ഞ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളും നിർമ്മാണം പൂർത്തിയായ സ്ഫോടക വസ്തുക്കളും ഒരേ സ്ഥലത്ത് ഉണ്ടാകരുത്. വെടിക്കെട്ട് നിർമ്മാണപ്പുരകൾ കർശനമായ മേൽനോട്ടത്തിലും ലൈസൻസിംഗിലും ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഓരോ നിർമ്മാണപ്പുരയ്ക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കണം. ചൂട് കൂടുന്ന സമയങ്ങളിൽ ഇത്തരം ജോലികൾ ഒഴിവാക്കണം. രാവിലെ നേരത്തെയും വൈകിട്ട് 3 മണിക്ക് ശേഷം മാത്രമായി തൊഴിൽ സമയം നിജപ്പെടുത്തുന്നത് പോലുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ പരിഗണിക്കണം. ചൂട്, ഘർഷണം, തിരക്ക്, സംഭരണ രീതി ഇവയൊക്കെയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഒരു ദുരന്തം സംഭവിച്ച ശേഷം മാത്രം ഞെട്ടി നോക്കിക്കൊണ്ടിരിക്കാതെ അതിനു മുൻപ് തന്നെ തടയുവാൻ കഴിയുന്ന രീതിയിൽ നിയമങ്ങളും ചട്ടങ്ങളും പുതുക്കേണ്ട സമയമാണിത്. ഇനി ഒരാളെയും തിരിച്ചറിയാൻ ആഭരണങ്ങളുടെ സഹായം തേടേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്.